നീതിമാനായ നിയമപാലകനായിരുന്നു പരമശിവൻ നായർ. അർഹിക്കുന്നവർക്ക് നീതി കിട്ടാൻ മുഖം നോക്കാതെ നിലപാടെടുത്തിരുന്ന ഒരാൾ. ഈ ഉറച്ച നിലപാട് തന്നെയാണ് ഇടക്കാലത്ത് മിന്നലിന്റെ യൂണിഫോം ഊരിവയ്പ്പിക്കുന്നത്. ജോലി പോയപ്പോഴും നെഞ്ചു വിരിച്ചു തന്നെ മിന്നൽ നിന്നു. എന്നെ ഒരിക്കൽ സസ്പെൻഡ് ചെയ്തു കാഞ്ഞിരപ്പള്ളി വെച്ച്. ഒരു ഈഴവൻ അനുകൂലമായിട്ട് ഞാൻ ഒരു നായർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തുള്ളതാണ്. നായരാണെങ്കിൽ സ്ഥലം വലിയ ജന്മിയും ഈ പാവപ്പെട്ട ഇടവൻ്റെ പാവപ്പെട്ട എന്തെങ്കിലും 4 പേരെ കൊണ്ട് വെട്ടിയെടുക്കും. അവർക്ക് നിവൃത്തിയില്ലാണ് എൻ്റെ ഇന്ന് വരാതെ പറഞ്ഞു. ഒരു ദിവസം ഇവരെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞ തെറ്റാണ് കാണിക്കുന്നത്, എനിക്ക് ചെയ്യരുത്. അവർ ഒരു 6 അടി വീതിയിൽ വെട്ടിയെടുത്തുള്ളവർ അതിൽ. അപ്പം നായർ വിചാരിച്ചു എന്നെ ശുപാർശ അയാൾക്ക് രക്ഷയൊന്നുമില്ല. പറഞ്ഞയച്ചിട്ട് ഞാൻ നിൽക്കും, ഈ ഈഴവൻ പോകുന്നില്ല. പോകണം മിസ്സർ. അല്ല സാർ, ഇവൻ എന്നെ കൊല്ലും. എന്ത് മടയാണെന്ന് നിങ്ങൾ പറയുന്നത്? ഈ റോഡിലോ? അല്ല സാറിൻ്റെ ഇപ്പോൾ ഒരു കടാരി ഇപ്പോൾ ഇരിപ്പുള്ളൂ. നോക്കിയപ്പോൾ ഇത്ര കടാരി ഉടുപ്പിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വന്നപ്പോഴും കൊടുത്തു അടിയെന്ന് വെച്ചാൽ രസീൻ അടി. കറങ്ങി വിടുന്നു, ശേഷം വിടാതെ. അപ്പോൾ നേരെ പൊൻകുന്നം കനാലിലെത്തും. ഇവിടെ നേതാവ് അവിടെ കൗമുദിയുടെ ഏജൻ്റാണ്. അതൊക്കെ അപ്പം എന്ന് പറഞ്ഞാൽ അന്നാണ് പെട്ടെന്ന് നമ്മളൊരു ലീഡർ ചെയ്തത്. അന്നൊരു സംഭവം ഉണ്ടായത്, കാഞ്ഞിരപ്പള്ളി പൊൻകുന്നത് ഞാൻ, പാലായിലൊരു മുസ്ലിം ഒരു മാപ്പിളയെ അടിച്ചു, ആലപ്പുഴ ഒരു ക്രിസ്ത്യാനി ഒരു നായരെ അടിച്ചു. ഇതെല്ലാം ഒരൊറ്റ സംഭവം. ഇവരെ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഞാൻ രാജിവെച്ചു. നേരെ തിരുവനന്തപുരത്ത് പോകണം. അവിടെ സ്വല്പം ഇന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു പോറ്റി ഇവിടെ വന്നിരിക്കണം. അവിടെ 10-20 ഏക്കർ കിടക്കണം. അവിടെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വെറും നിസ്സാരമായ തുകയ്ക്ക് അത് വാങ്ങിച്ചു. അവിടെ ചെയ്ത് കൃഷി അധ്വറിച്ചപ്പെടുത്തി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇന്ത്യൻ നാരായുള്ള അദ്ദേഹം എങ്ങനെയോ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു, ഇത് എൻ്റെ വന്ന് ഇങ്ങനെ പിടിച്ചു. ഞാൻ ചാടി കഴിച്ചു. ഇതല്ലേ കയറി വണ്ടി 3 വീലും അങ്ങ് കിടക്കുകയാണ്. സാർ ഞാൻ വരത്തില്ല, ഞാൻ ഇവിടെ കഴിഞ്ഞുള്ള സുഖമായിട്ട് നല്ല കാറ്റും നല്ല പണിയൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ കൂടെ പറഞ്ഞ കയറുന്നത്. എൻ്റെ ഗുരുവാണ് അദ്ദേഹം. അങ്ങനെയാണ് ഞാൻ തിരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരളമാകെ എല്ലാ ജില്ലകളിലെയും ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും മിന്നൽ പരമശിവൻ നായർ ജോലി നോക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ലായിരുന്നു ഇദ്ദേഹം. ആർക്കു മുന്നിലും ഓച്ചാനിച്ചു നിൽക്കാതെ അന്തസ്സായി തന്നെ തന്റെ ജോലി പൂർത്തീകരിച്ചു ഇദ്ദേഹം. ചവറ എൻ്റെ ആദ്യത്തെ സ്റ്റേഷനായിരുന്നു. അവിടെ ജാർജ് കോൺസ്റ്റബിളുണ്ട്. ഹൈലി കമൽ കൊബ്രയാണ്. മറ്റുള്ളവരൊക്കെ ചീത്ത പറയും. അവൻ്റെ ഭാര്യയ്ക്ക് ഉദ്യോഗമുള്ളതുകൊണ്ട് ജീവിക്കാം. അപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് ചീത്ത പറയും. എന്നറിയാമോ, ഞാൻ രാത്രി പകൽ കയറി ചെല്ലുമല്ലോ. അന്ന് ഈ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചിട്ട് തോക്കെടുത്താണ്ട് പോകാൻ എടുത്തുകളയും. അപ്പോൾ തോക്കെടുക്കാതിരിക്കാത്തൊക്കെ വണ്ണം 2 കുറ്റിയൊക്കെ വെച്ച് കാഞ്ചേരിയിലേക്ക് കൂടെ ലാക്കി കളയും. അപ്പോൾ ഞാൻ രാത്രി എവിടെയൊക്കെ ഇതിൽ വന്നപ്പോൾ ഈ കോൺസ്റ്റബിളിൽ നിന്ന് ഉറങ്ങണം. എമർജൻസി പീരീഡിലാണ്. ഞാൻ ജിഗിടി എടുത്ത് ഉറങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ വഴി പോയപ്പോൾ പടവൂന്ന് ശബ്ദം കിട്ടി നോക്കി ഒരു തേങ്ങ റോഡിൽ കിടക്കണം. അതെടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു. എന്നെ ഡിസ്മിസ് ചെയ്യും, വേറെ ആരും എന്നെപ്പോലുള്ള ഡിസ്മിസ് ചെയ്യുന്നില്ല, നല്ലത് ഡിപ്പാർട്ട്മെൻറ്റ് നന്നാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ ആലമ്പകത്ത് ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞാൻ നടന്നുപോയി. അതെല്ലാം വാരി കളഞ്ഞിട്ട് അവന് ശിക്ഷ കൊടുത്തെന്നറിയാം. ഈ തെങ്ങ് നട്ട് വളർത്തണം. നോക്കുമോ? അയ്യോ ചെയ്യാമെന്ന് പറയും. ഇപ്പോഴും ആ തെങ്ങ് നോക്കിയാൽ നിറച്ച് കായുമായിട്ട് നിൽപ്പുണ്ട്. പിന്നെ വേറൊന്ന്, അത് കഴിഞ്ഞ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഇതിൽ പോയിട്ട് ഞാൻ തിരിച്ച് കോട്ടയം എല്ലാം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട്, കാരണം എറണാകുളത്ത് മറ്റേ ബീച്ചിൽ കരുനാഗപ്പള്ളി ചവറ ബീച്ചിൽ 16 കപ്പലിടക്കുകയാണ്. ലോഡ് ഇറക്കാൻ സമ്മതിക്കില്ല. എന്നെ വിളിച്ച് പോലെ വേഗം പോകണം. നെയ്യാറ്റിങ്കര സി ആയിരിക്കുമ്പോഴാണ്. ആരും അറിയാതെ എന്നെ ഇവിടെ നിന്നൊരു കാറിലാണ് പോയത്. അവിടെ ചെന്ന് നേരെ അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് ദാഹം സഹിക്കാൻ വയ്യാത്തത്. സബ് ഇൻസ്പെക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ഇവൻ ഒരു കൃഷ്ണാംശം നിൽക്കുന്നുണ്ടോ, എനിക്ക് ദാഹിക്കുന്നു. ഓടി വന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അവന് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ദാഹിക്കുന്നു. അയ്യോ തോട വേണ്ട ഏവാനെ എന്നിട്ട് അതിൻ്റെ കാശ് നിൽക്കണം, ചെന്ന് കരിക്ക് കൊട്ടി കൊടുക്കും. കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴേ അന്ന് അവനെ ഡിസ്മിസ് ചെയ്തിരുന്നെങ്കിൽ ഈ കരിക്ക് കുടിക്കാനൊക്കെ പോകും. ഇപ്പോഴും അതങ്ങനെ ഇപ്പുണ്ട്.
കുട്ടിക്കാലം മുതലേ ഈശ്വരഭക്തനായ ഇദ്ദേഹത്തിന് ഈശ്വര അർച്ചനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താനായത് റിട്ടയർമെന്റിന് ശേഷമായിരുന്നു. പോലീസ് യൂണിഫോമിൽ നിന്നിറങ്ങി കളഭക്കുറിയും തൊട്ട് ഈശ്വര ചിന്തയുമായി നടക്കുമ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഞാൻ ജനിച്ചത്? ഹൗ ക്യാൻ ഐ സേവ് ദ ലിവ്? ഈ ലോകത്ത് എന്ത് ഉപകാരം എനിക്ക് ചെയ്യാൻ നോക്കും എന്ന ഒരു ബോധമുള്ളവനാണെങ്കിൽ അവൻ സന്യാസിയാണ്. അല്ലാതെ താടി വളർത്തിയാലോ മീശ വളർത്തിയാലോ ഇറച്ചി കഴിക്കാതിരുന്നാലും സന്യാസിയാവില്ല. ഞാൻ വെജിറ്റേറിയനാണ്. പക്ഷേ ഇടയ്ക്ക് അമ്മ നിർബന്ധിക്കും, നീ കൂടെ കഴിച്ചാലേ എനിക്ക് ഒരു കൂട്ടം വയ്ക്കും. അമ്മ ചിലപ്പോൾ കഴിക്കും, അമ്മയ്ക്ക് വേണ്ടി. അല്ല കഴിക്കില്ല, ഇപ്പോഴില്ല, പ്യൂറാണ്. അതുകൊണ്ട് ദൈവാധീനങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോഴും 94-ാമത്തെ വയസ്സിൽ ഞാൻ കഴിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഭാരിച്ച ഉത്തരവാദിത്വങ്ങളും തലയിലേറ്റി തിരക്ക് പിടിച്ചോടുന്ന തൊഴിൽ ജീവിതമായിരുന്നു ഒരു വശത്തെങ്കിൽ, മറുവശത്ത് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ സ്നേഹത്തണലും ഇദ്ദേഹത്തിന് ഭാഗ്യമായി ഉണ്ടായിരുന്നു. ഇന്ന് ഈ വാർദ്ധക്യത്തിൽ മക്കളെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നു എന്നത് സംതൃപ്തിയാണ് ഈ പിതാവിന് നൽകുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ ഉണ്ട്, എനിക്ക് 3 കുട്ടികളാണ്. മൂത്തവൻ ഡാക്ടറാണ്, രണ്ടാമത്തോളം PhD എടുത്തിട്ട് ഉദ്യോഗമില്ല, ഉദ്യോഗത്തിന് അയച്ചില്ല. സ്ത്രീകൾ ഉദ്യോഗത്തിന് പോകുന്നതിലൂടെ ഞാൻ അത്ര അനുകൂലിയല്ല. എന്നിട്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, ഈ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ലക്ഷ്മിയിൽ മൂത്തോട് താമസിക്കുന്നു, മറ്റേ രണ്ടാമത്തേൽ കർമ്മഭവനിൽ രണ്ടാമത്തെ കൂടെ താമസിക്കുന്നു. ഷീസ് മാരീഡ് ടു ഒരു ബിസിനസ് മാൻ. പിന്നെ എൻ്റെ മകൻ കല്യാണം കഴിച്ച് ചങ്ങനാശ്ശേരി നിന്നാണ്. നല്ലൊരു അന്തസ്സുള്ള ഒരു വലിയ മാതൃകയായ ഒരു പെൺകുട്ടിയാണുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. കാരണം ഇങ്ങനെ അമ്മായിച്ചനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ആൾക്കില്ല. വളരെ 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 എനിക്കതിലായം ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു മൈ പാസ്റ്റ് ആക്ഷൻസ്. മനഃശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ആളാണ് മിന്നൽ. പ്രതികളെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കാതെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ പല കേസുകളും ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഒരാൾക്ക് മേലെയും കുതിര കയറുകയോ ഒരാളെയും കള്ളക്കേസിൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. തെറ്റ് കണ്ടാൽ തല്ലുമെങ്കിലും തല്ലി നന്നാക്കണമെന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ആരെയും അറിഞ്ഞ് നമ്മൾ ദ്രോഹിച്ചിട്ടില്ല. മനസ്സാ വാചാ കർമ്മണ വെച്ചിട്ടില്ല. ലാക്കപ്പുറത്ത് നടത്തിയിട്ടേ ഇല്ലാന്ന് 1000 പ്രാവശ്യം ആണെന്ന് പറയാം. പക്ഷേ പരസ്യമായിട്ട് അതിന് അടി കൊടുത്തിട്ടുണ്ട്. ആ അടിക്ക് അവൻ എന്നും നന്ദിയുള്ളവനുമാണ്. ഇത് കാര്യം എന്നറിയാം. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോഴും പറയുന്നവരുണ്ട്. ഇത് ഇപ്പോഴും കാണാൻ വരുന്ന പോലീസുകാരുണ്ട്.